dear students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് 2 ടോപ്പിക്സ് ബാക്കിയുണ്ട്. ആ ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ വി ഹാവ് ദ ബെർണോളിസ് ഇക്വേഷൻ P/ρg പ്ലസ് V²/2g പ്ലസ് Z. അപ്പോൾ ഇതിൽ ഇതെന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി കാണിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഹെഡ് ഓർ pressure energy, and second term indicates kinetic head or kinetic energy, and third term indicates the potential energy. Okay, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ we have assumed that the flow is ideal, that is there is no viscosity in this fluid. അപ്പോൾ വിസ്കോസിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനും ഓർ ഫ്ലൂയിഡ് എലിമെൻറ്റ്സിനൊക്കെ സെയിം വെലോസിറ്റിയാണ്. ആ സെയിം വെലോസിറ്റിയാണ് നമ്മൾ വി എന്നെടുക്കുന്നത്. ആ വി ആണ് നമ്മളിവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് ആയതുകൊണ്ട് വിസ്കോസിറ്റി ഉണ്ടാവില്ല. സോ വിസ്കോസിറ്റി ഇല്ലാത്തൊരു ഫ്ലൂയിഡിൽ ഇങ്ങനെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ പാർട്ടിക്കിളും വിത്ത് സെയിം വെലോസിറ്റിയാണ് ഫ്ലോ ചെയ്യുക. ദെൻ ദാറ്റ് വെലോസിറ്റി ഈസ് വി. സോ ആ വെലോസിറ്റിയാണ് നമ്മൾ കൈനറ്റിക് എനർജി ഹെഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത് V²/2g. പക്ഷേ ഈ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൺലി ആൻ ഇമാജിനറി കൺസെപ്റ്റ്. സോ ഇൻ റിയൽ കേസിൽ എന്താ, ദർ ഈസ് സം വിസ്കോസിറ്റി ബിറ്റ്വീൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇല്ലേ. 2 ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ അടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷൻ കാരണം ഓരോ ഫ്ലൂയിഡ് എലിമെൻറ്റിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദർ വിൽ ബി എ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി. ആക്ച്വൽ കേസിൽ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ ഫ്ലൂയിഡ് ലെയറും അതിൻ്റെ തൊട്ട് താഴത്തെ മേലത്തൊക്കെ ലെയറിലേക്ക് ഓരോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യും. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം ഓരോ ഫ്ലൂയിഡ് ലെയറിൻ്റെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വിത്തിൻ ദി ക്രോസ് സെക്ഷൻ ദർ വിൽ ബി എ നോൺ യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ലെയറിൻ്റെ വെലോസിറ്റി ആയിരിക്കും അതിൻ്റെ തൊട്ട് മേലെയുള്ള ലെയറിൻ്റെ വെലോസിറ്റി. ദെൻ ആ ലെയറിൻ്റെ വെലോസിറ്റി ആയിരിക്കും അതിൻ്റെ മേലെയുള്ള വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഏത് വെലോസിറ്റി എടുക്കും അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഹെഡ് കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ കേസിൽ കൈനറ്റിക് എനർജി ഹെഡ് ഇസ് V²/2g, ബട്ട് റിയലി V²/2g അല്ല അവിടുത്തെ കൈനറ്റിക് എനർജി ഹെഡ്. അപ്പോൾ ഈ കറക്ഷൻ ഫാക്ടർ, എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആക്ച്വൽ ഡിവൈഡഡ് ബൈ kinetic energy theoretical kinetic energy by assuming the fluid as ideal, and actually what is the kinetic energy in the fluid flow. ആ 2 ടേംസും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എനർജി കറക്ഷൻ ഫാക്ടർ ഓർ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? തിയററ്റിക്കൽ കൈനറ്റിക് എനർജി കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താ, നമുക്കറിയാം തിയററ്റിക്കൽ കൈനറ്റിക് എനർജി ഓർ കൈനറ്റിക് എനർജി ഹെഡ് എനർജി തന്നെ എഴുതാം. നമുക്ക് ½ എന്നാണ് നമ്മൾ തിയററ്റിക്കൽ കൈനറ്റിക് എനർജിക്ക് എഴുതുന്നത്. ഇതിൽ വി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതിൻ്റെ ഈ ഫ്ലൂയിഡ് എലിമെൻറ്റിൻ്റെ ഒരു മീൻ വെലോസിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ആ മീൻ വെലോസിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ മീൻ വെലോസിറ്റി മെഷർ ചെയ്യും, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മാസ് ഓഫ് ഫ്ലൂയിഡ് നമുക്ക് അറിയാമായിരിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് തിയററ്റിക്കൽ കൈനറ്റിക് എനർജി കിട്ടും. ഇനി ഈ ആക്ച്വൽ കൈനറ്റിക് എനർജി എങ്ങനെ കിട്ടും നമുക്ക്? ആക്ച്വൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫീൽഡിൽ മെഷർ ചെയ്യാൻ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ നമ്മളൊരു സ്മോൾ ഏരിയ DA കൺസിഡർ ചെയ്യുക. ആ DAയിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡ് എലിമെൻറ്റിൻ്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ റോ ആണ് ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എങ്കിൽ mass of fluid flowing through this area is density into velocity into area. ഓക്കെ, അപ്പോൾ മാസ് ഇതാണ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ½ സോ ½ ഇൻറ്റു mv² ആണ് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. സോ ½ റോ ഇൻറ്റു VdA ഇൻറ്റു V² ആണ് ഈ ഒരു സ്മോൾ എലിമെൻ്റൽ ഏരിയ DAയിലൂടെയുള്ള പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി. ഞാൻ ഒന്നുകൂടി ഇതിനെ മാറ്റി എഴുതാണ്. ½ ρ V³ dA എന്ന് എഴുതാണ്.
ഇതാണ് ഒരു സ്മോൾ എലിമെൻ്റൽ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ആക്ച്വൽ കൈനറ്റിക് എനർജി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദി എൻറ്റയർ ഏരിയ. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി അക്രോസ് ദി ക്രോസ് സെക്ഷൻ കിട്ടും. അപ്പം അങ്ങനെയാണ് നമുക്ക് എ ഇൻറ്റു ഇൻ്റഗ്രൽ കേട്ടോ, ഇൻ്റഗ്രൽ ഹാഫ് റോ വി ക്യൂബ് ഡി എ ആണ്. നമ്മൾ എൻറ്റയർ ഏരിയ എയിലാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി കിട്ടും. നമ്മൾ സ്മോൾ ഏരിയ ഡി എ കൺസിഡർ ചെയ്യുന്നു, അതിലൂടെയുള്ള വെലോസിറ്റി വി കണ്ടുപിടിക്കുന്നു. ദെൻ റോ വി ഡി എ ആയിരിക്കും എന്ത്, റോ വി ഡി എ ആയിരിക്കും ആ ഡി എ എലിമെൻറ്റിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് ഇൻറ്റു വി സ്ക്വയർ ബൈ 2 ചെയ്താൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ നമ്മൾ മാസിന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജി ഫോർ എ സ്മോൾ ഏരിയ ആണ്. അപ്പോൾ അക്രോസ് ദി ക്രോസ് സെക്ഷൻ നമുക്ക് കൈനറ്റിക് എനർജി ആക്ച്വൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ത്രൂ ഔട്ട് ദി ഏരിയ. അങ്ങനെ നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി കിട്ടും. സോ എനർജി കറക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ കെ ഇ ഡിവൈഡ് ബൈ തിയററ്റിക്കൽ കെ ഇ. ഇങ്ങനെയാണ് നമ്മൾ എനർജി കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ഇൻ ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നത് ബെർണോളിസ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ വി സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജീൻ്റെ ടേമാണ്. ഫ്ലോ ഐഡിയൽ ആകുമ്പോഴാണ് നമുക്ക് വി ഒരു യൂണിഫോം വെലോസിറ്റി വി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിയൽ ഫ്ലൂയിഡിൽ ഓരോ ഫ്ലൂയിഡ് എലിമെൻറ്റിനും ഓരോ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് വി എന്ന് പറയുന്ന വാല്യൂ കിട്ടില്ല. അപ്പോൾ ആ ഒരു കറക്ഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് കൈനറ്റിക് എനർജി ഫാക്ടർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ തിയററ്റിക്കൽ കൈനറ്റിക് എനർജി. തിയററ്റിക്കൽ കൈനറ്റിക് എനർജി നമുക്ക് കാണാം ഹാഫ് എം വി സ്ക്വയറിൽ വി മീൻ വെലോസിറ്റി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് ആക്ച്വൽ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ പോകുക, ആ ഫ്ലൂയിഡിൻ്റെ പൈപ്പ് ഫ്ലോ എടുക്കുക. പൈപ്പ് ഫ്ലോയിൽ ഡി എ എന്ന് പറയുന്നൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുക, അതിലൂടെയുള്ള വെലോസിറ്റി കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിനെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ത്രൂ ഔട്ട് ദി ക്രോസ് സെക്ഷൻ നമ്മൾ ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, നമുക്ക് ആക്ച്വൽ കൈനറ്റിക് എനർജി കിട്ടും. രണ്ടിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എനർജി കറക്ഷൻ ഫാക്ടർ കിട്ടും. ഓക്കെ. And next topic we have missed is pitot tube. Important ആണ് pitot tube. Pitot tube. Pitot tube is an instrument used for measuring the velocity of flow. It is used for measuring the velocity of flow. Competitive examസിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. Pitot tube is used for discharge, velocity, pressure എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ is velocity. ഓക്കെ. ഇപ്പോൾ വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിറ്ററ്റ് ട്യൂബ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഈ പൈപ്പിലൂടെ ഫ്ലോയുടെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബെൻഡ് പൈപ്പ് ഇൻസേർട്ട് ചെയ്യും. ഈ ബെൻഡ് പൈപ്പിനെയാണ് നമ്മൾ പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത്. ഒരു ബെൻഡ് പൈപ്പ് ഫിറ്റ് ചെയ്യും വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ. ആ ബെൻഡ് പൈപ്പിനെയാണ് നമ്മൾ പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി ബെൻഡാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നൊരു ഫ്ലൂയിഡ് ഈ ഒരു ബെൻഡ് പൈപ്പിനുള്ളിലേക്ക് കയറുന്നു. അപ്പോൾ ഇതിവിടെ എന്തായി, ഈ ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആയി അല്ലേ. നേരെയാണെങ്കിൽ ഇതിങ്ങനെ പോയേനെ, പക്ഷെ ഇവിടെ ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആയി. ഫ്ലോ ഇങ്ങനെ ഒബ്സ്ട്രക്റ്റഡ് ആയി നിൽക്കുന്ന പോയിന്റിന് നമ്മൾ സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയും. സ്റ്റാഗ്നേഷൻ പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോഴും ഇതിന് ഫ്ലോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെൻഡൻസി കാരണം ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഫ്ലൂയിഡ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ സെൻട്രൽ ലൈൻ, പൈപ്പിൻ്റെ സെൻട്രൽ ലൈനാണ് നമ്മൾ ഈ പിറ്ററ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ദെൻ ആ സെൻട്രൽ ലൈനിൽ നിന്ന് ഈ ഫ്ലൂയിഡിൻ്റെ ടോപ്പ് ലെവൽ വരെയുള്ള ഹൈറ്റ് h ആണ്. ദെൻ ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ പുഷ് കൊണ്ട് ഈ ട്യൂബിലുണ്ടായ റൈസ് എന്ന് പറഞ്ഞാൽ h+ ഒരു സ്മോൾ h കൂടെയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകി വരുന്ന ഫ്ലൂയിഡിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത് സ്റ്റോപ്പായി, വെലോസിറ്റി 0 ആയി. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായി, 0 ആയി. പക്ഷേ കൈനറ്റിക് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ നോർ ബി ഡിസ്ട്രോയിഡ് എന്നല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആയാൽ ആ കൈനറ്റിക് എനർജി വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൈനറ്റിക് എനർജി എന്താവുകയാണ് ചെയ്തത്, ഇവിടെ പ്രഷർ എനർജി ആയിട്ട് ഇതിനെ പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് റൈസ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ആ റൈസ് ചെയ്ത ഹൈറ്റ് h+h. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ പിറ്ററ്റ് ട്യൂബിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ
നമ്മൾ ഈ പൈപ്പിൻ്റെ എവിടെയെങ്കിലും സെൻട്രൽ ലൈനിൽ ഒരു 1 എന്ന് പറയുന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, ഈ സ്റ്റാഗ്നേഷൻ പോയിന്റിൽ 2 എന്ന് പറയുന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. രണ്ട് സെക്ഷനിലും ഇറ്റ് ഇസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. പിറ്റോ ട്യൂബ് ആസ് എൻ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് വെഞ്ചോറി മീറ്റർ പഠിച്ചിട്ടുണ്ട്, ഒറിഫൈസ് മീറ്റർ പഠിച്ചിട്ടുണ്ട്, ആൻഡ് തേർഡ് വൺ ഈസ് പിറ്റോ ട്യൂബ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, ഒരേ ലെവലിലുള്ള 2 പോയിന്റ് എടുക്കും, ആ പോയിന്റിൽ രണ്ടിലും നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫോർ ഫസ്റ്റ് പോയിന്റ് ബെർണോളിസ് ഇക്വേഷൻ ഇസ് P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1, ആൻഡ് ഫോർ സെക്കൻഡ് പോയിന്റ് ബെർണോളിസ് ഇക്വേഷൻ ഇസ് P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2. ഇതിൽ Z1 Z2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം ഇത് രണ്ടും ഒരേ ലെവലിലാണ് ഇല്ലേ. ഇനി V2 ഈക്വൽ ടു എന്താ, 0 ആണ് ഇല്ലേ, കാരണം ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റാഗ്നേഷൻ പോയിന്റിൽ ഇങ്ങനെ ഒഴുകി വന്ന ഫ്ലൂയിഡ് ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ പോയിന്റ് ആയതുകൊണ്ട് അവിടെ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ്, സോ വെലോസിറ്റി ഈസ് 0. അപ്പോൾ V2 ഈസ് ഓൾസോ 0. ഇനി P1/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ H. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാത്തതിൻ്റെ എത്രയോ മുന്നെയാണ് നമ്മൾ 1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ P1/ρg ഇസ് H പ്ലസ് V1² 2g ഈസ് ഈക്വൽ ടു P2/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് അറ്റ് 2 അല്ലേ. 2ലുള്ള പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ Hഉം അതിൻ്റെ കൂടെ ഈ സ്മോൾ Hഉം. സോ H പ്ലസ് H ഇസ് ഈക്വൽ ടു V2² 2g ഒക്കെ 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ, ബെർണോളിസ് ഇക്വേഷൻ കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയാണ്. ഇറ്റ് ഈസ് V1. ഇതിൽ നിന്ന് V1 കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് H പ്ലസ് V1² 2g ഇസ് ഈക്വൽ ടു H പ്ലസ് H. Hഉം H ഒക്കെ ക്യാൻസലായി. സോ V1 ഇസ് ഈക്വൽ ടു √2gh. ഇറ്റ് ഈസ് തിയറിറ്റിക്കൽ വെലോസിറ്റി. ആൻഡ് ആക്ച്വൽ വെലോസിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ തിയറിറ്റിക്കൽ വെലോസിറ്റീനെ ഒരു CV കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മുടെ പിറ്റോ ട്യൂബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നിലൊരു കാര്യമുണ്ട്, ഈ H എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ H കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഈ H കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിക്കെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു പീസോമീറ്റർ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പീസോമീറ്റർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, മാനോമീറ്ററും പീസോമീറ്ററും ഒക്കെ. അപ്പോൾ വേണമെങ്കിൽ ഒരു പീസോമീറ്റർ, ഇങ്ങനെയുള്ളൊരു പീസോമീറ്ററോ അല്ലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള പീസോമീറ്ററോ നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പീസോമീറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് H കിട്ടും. പ്രഷർ ഹെഡ് H അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, പീസോമീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ കൂടെ ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യാം, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. അത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുക മാനോമെട്രിക് റീഡിംഗ് ആണ്. മാനോമെട്രിക് റീഡിംഗ് കിട്ടിയാൽ അതിനെ H ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. H ഇസ് ഈക്വൽ ടു X ഇൻറ്റു SG മൈനസ് S0 മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഓറിഫൈസിലെ വെഞ്ചോറി മീറ്ററിൽ അങ്ങോട്ട് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനോമെട്രിക് റീഡിംഗ് ആണ് തന്നതെങ്കിൽ അതിൽ നിന്ന് H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ X ഇൻറ്റു SG മൈനസ് S0 മൈനസ് 1, വെർ X ഈസ് ദി മാനോമെട്രിക് റീഡിംഗ്, SG ഈസ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഓർ എന്താണ് നമ്മുടെ മെർക്കുറി, ആൻഡ് S0 ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ്. സോ H കണ്ടുപിടിക്കാൻ X ഇൻറ്റു SG മൈനസ് S0 മൈനസ് SG/S0 മൈനസ് 1 എന്ന് ചെയ്താൽ മതി. മാനോമീറ്റർ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്ററാണ് നമുക്കിവിടെ കണക്ട് ചെയ്തതെങ്കിൽ. ആൻഡ് വേറൊരു കേസ്, ഇങ്ങനൊരു കേസ് കണ്ടോ നിങ്ങൾ, ഒരു മാനോമീറ്റർ ദെൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പൈപ്പ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ 2 കോൺസെൻട്രിക് ട്യൂബ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്, ദെൻ ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്, രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസും ഉണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഈ ഒരു പൈപ്പ് നമുക്ക് എവിടെയാണോ നമ്മുടെ സ്റ്റാഗ്നേഷൻ പോയിന്റ്, ആ സ്റ്റാഗ്നേഷൻ പോയിന്റിലേക്കാണ് ഒരു പൈപ്പ് ഓപ്പൺ ആയേക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഈ പൈപ്പ് വന്ന് ഓപ്പൺ ആയേക്കുന്നത് നമ്മളെ സ്റ്റാഗ്നേഷൻ പോയിന്റിലാണ്. ആൻഡ് ഇങ്ങനെ പോയി ഈ പൈപ്പ് ചുറ്റി വന്ന് ഇതിൻ്റെ കുറച്ച് ബാക്കോട്ടേക്ക് അപ്സ്ട്രീം സൈഡിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ 2 ഓപ്പണിംഗ് ആണ് ഈ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബിനുള്ളത്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. 2 കോൺസെൻട്രിക് ട്യൂബ്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിന് 2 ഓപ്പണിംഗ് ഉണ്ട്. ഓരോ ഓപ്പണിംഗ് നമുക്ക് എവിടെയാണോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത് അവിടെയും, ഓരോ ഓപ്പണിംഗ് എവിടെയാണ്, നമ്മൾ ഈ സ്റ്റാഗ്നേഷൻ പോയിന്റിലും ആണ്. ഈ ഓപ്പണിങ്ങിന് നമ്മൾ ഒറിഫൈസ് എന്നൊക്കെയാണ് ടെക്നിക്കലി വിളിക്കുന്നത്. അപ്പോൾ ഒരു പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിന് ഒരു ഒറിഫൈസ് അപ്സ്ട്രീമിലേക്കാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഒരു ഒറിഫൈസ് നമ്മൾ ഈ അപ്സ്ട്രീമിലേക്ക് ഓപ്പൺ ചെയ്തേക്കുന്ന ആ ട്യൂബിന് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ 2 പോയിന്റിലാണ് നമ്മൾ സാധാരണ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചേക്കുന്ന ഈ പൈപ്പിൻ്റെ ഈ ഓപ്പണിംഗ് ഇല്ലേ, അവിടെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പോയിന്റ്. ആൻഡ് മറ്റേ ഒറിഫൈസ് തുറന്നെടുക്കുന്ന അവിടെയാണ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ പിറ്റോട്ട് ട്യൂബിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ എച്ച് എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4 മെത്തേഡാണുള്ളത്. 4 മെത്തേഡിൽ 2 പീസോമീറ്റർ കണക്ട് ചെയ്യുന്നതാണ്. ഒന്നിക്കെങ്കിൽ ഒരു വെർട്ടിക്കൽ പീസോമീറ്റർ നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഒരു പീസോമീറ്റർ നമുക്ക് കണക്ട് ചെയ്യാം. രണ്ടിലും നമുക്ക് ഡയറക്റ്റ് പ്രഷർ ഡിഫറൻസ് തന്നെ കിട്ടിക്കോളും, എച്ച് തന്നെ കിട്ടിക്കോളും. ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഈ എച്ച് കണ്ടുപിടിക്കാൻ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യാം. അവിടെ അപ്പോൾ നമുക്ക് കിട്ടുക മാനോമെട്രിക് റീഡിംഗ് എക്സ് ആണ്. ആ മാനോമെട്രിക് റീഡിംഗ് എക്സിന് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ, എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ഫോർത്ത് അറേഞ്ച്മെൻറ്റ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബിൽ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള പൈപ്പാണുള്ളത്. അതിൽ ഒന്ന് തുറക്കുന്നത് നമുക്ക് എവിടെയാണോ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ്. ഇതിൻ്റെ ഓപ്പണിങ്ങിന് ഒറിഫൈസ് എന്ന് പറയും. ഒരു ഒറിഫൈസ് അവിടെയാണ് തുറക്കുന്നത്. ആൻഡ് വേറൊരു ഒറിഫൈസ് നമ്മൾ സ്റ്റാഗ്നേഷൻ പോയിന്റിലാണ് തുറക്കുന്നത്. അപ്പോൾ ഇതിലേത് വെച്ചിട്ടാണ് പ്രോബ്ലം വരുന്നത്? മിക്കവാറും ഈ എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്, പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്. പീസോമീറ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലം റെയർലിയേ ചോദിക്കാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പ്ലേസ്ഡ് ഇൻ സെൻറ്റർ ഓഫ് എ 300 mm pipeline has orifice pointing upstream and other perpendicular to it. The mean velocity in the pipe is 0.8 of the central velocity. Find the discharge through the pipe if the pressure difference between 2 orifices is 60 mm of water. Take the coefficient of pitot tube as CV is equal to 0.98. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഭയങ്കര ടഫാണ് തോന്നും, പക്ഷേ 3-4 സ്റ്റെപ്പ് മാത്രമേ ഇത് സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് എ 300 mm പൈപ്പ് ലൈൻ. ആൻഡ് അതിൻ്റെ 1 ഒറിഫൈസ് പോയിൻറ്റിങ് അപ്സ്ട്രീം നമ്മൾ കാണിച്ച അതേ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ കാണിച്ചിട്ടില്ല, അതേ അറേഞ്ച്മെൻറ്റ്. 1 ഒറിഫൈസ് പോയിൻറ്റിങ് അപ്സ്ട്രീം ആൻഡ് അതർ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. പിന്നെ എന്താ തന്നേക്കുന്നത്? ദ മീൻ വെലോസിറ്റി ഇൻ ദ പൈപ്പ് ഈസ് 0.8 ഓഫ് ദ സെൻട്രൽ വെലോസിറ്റി. And find the discharge through the pipe if the pressure difference between 2 orifices is 60 mm of water. 2 ഒറിഫൈസിൻ്റെ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ അപ്സ്ട്രീമിലുള്ള ഒറിഫൈസിൻ്റെയും സ്റ്റാഗ്നേഷൻ പോയിന്റിലുള്ള ഒറിഫൈസിൻ്റെയും പ്രഷർ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 60 mm of water. അതാണ് നമുക്ക് എച്ച്. ഈ ക്വസ്റ്റ്യനിൽ 2 ഒറിഫൈസിൻ്റെ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ 2 ഓപ്പണിങ്ങിൻ്റെയും ഇടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എച്ച്, സ്മോൾ എച്ച്. ആൻഡ് ടേക്ക് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റഡ് ട്യൂബ് CV is equal to 0.98 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ് തന്നത്. സോ നമുക്ക് ആക്ച്വൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ is CV or ഇക്വേഷൻ V is equal to സെൻട്രൽ വെലോസിറ്റി ആണ് കേട്ടോ. ഈ V എന്ന് പറയുന്നത് സെൻട്രൽ വെലോസിറ്റി. V is equal to CV into √2gh. സെൻട്രൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ സെൻട്രലുള്ള വെലോസിറ്റി. നമുക്ക് കാണേണ്ടത് മെയിൻ വെലോസിറ്റി ആണ്. ഓക്കെ, സെൻട്രൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ CV into √2gh. കാരണം നമ്മൾ ഈ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത് പൈപ്പിൻ്റെ സെൻട്രലിലേക്കാണ്. അപ്പം നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ഏതാണ്? ആ പൈപ്പിൻ്റെ സെൻട്രലിലുള്ള വെലോസിറ്റി. സോ സെൻട്രൽ വെലോസിറ്റി V is equal to CV into √2gh. ഇതിൽ CV നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.98. പിന്നെ എച്ച് കൂടെയല്ലേ നമുക്ക് വേണ്ടു. H is equal to 60 mm of water തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ്, അത് നോട്ട് ചെയ്യണം. 2 ഒറിഫൈസിൻ്റെ ഇടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് ആണ് എച്ച്. പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബാണ് തന്നതെങ്കിൽ. സോ H is equal to 0.06. 60 mm ആണ്. സോ അതിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് 0.06 മീറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ സോ V is equal to 0.98 into √2 into 9.81 into 0.06 ചെയ്താൽ നമുക്ക്
1.063 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് സെൻട്രൽ വെലോസിറ്റിയാണ്. നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? മീൻ വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? ഇത് മീൻ വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ അല്ല ഡിസ്ചാർജ് ആണല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു മീൻ വെലോസിറ്റി ആണ്. ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു മീൻ വെലോസിറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു മീൻ വെലോസിറ്റി. ഇനി മീൻ വെലോസിറ്റി എന്ന് പറയുന്ന സെൻട്രൽ വെലോസിറ്റീനെ മീൻ വെലോസിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫാക്ടറും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു സെൻട്രൽ വെലോസിറ്റിന്ന് എടുക്കാം, വെലോസിറ്റി അറ്റ് സെൻറ്ററിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ വെലോസിറ്റി അറ്റ് സെൻറ്ററിനെ മീൻ വെലോസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഫാക്ടർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു മീൻ വെലോസിറ്റി എന്ന് പറയാം. കാരണം അതായിരിക്കും കുറച്ചും കൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്ചാർജ്. മീൻ വെലോസിറ്റി എടുക്കുമ്പോഴല്ലേ, സെൻട്രലുള്ള വെലോസിറ്റി എടുക്കുന്നതിനേക്കാളും മീൻ വെലോസിറ്റി എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് കിട്ടുക. ഓക്കെ, അപ്പോൾ മീൻ വെലോസിറ്റി ഞാൻ വി ബാർ എന്ന് വിളിക്കുകയാണെങ്കിൽ വി ഹാവ് ഫ്രം ക്വസ്റ്റ്യൻ ദ mean velocity in the pipe is 0.8 times the central velocity, that is 0.8 times v equal to 0.8 into 1.063 എത്ര കിട്ടുക? 0.8504 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. സോ Q ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പൈപ്പ് 4 ഇൻറ്റു ഡയമീറ്റർ തന്നിട്ടുണ്ടല്ലോ 300 mm പൈപ്പാണെന്ന്. സോ 300 mm എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ. സോ 0.3 സ്ക്വയർ ആണ് ഏരിയ. 4 ഇൻറ്റു 0.3 സ്ക്വയർ ഇൻറ്റു 0.8504 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 0.06 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ആ പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ 2 ഒറിഫൈസും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനാണ് നമ്മൾ എച്ച് എന്ന് എടുക്കേണ്ടത്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് find the velocity of the flow of an oil through a pipe when the difference of mercury level in a differential U-tube manometer connected to the two tappings of the pitot tube is 100 mm. Take coefficient of pitot tube as 0.98 and specific gravity of oil equal to 0.8. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ കാണാൻ വേണ്ടിയിട്ടാണ് ബൈ യൂസിങ് പിറ്ററ്റ് ട്യൂബ് ഇക്വേഷൻ എർത്ത് സി വി തന്ന. ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്നല്ലല്ലോ തന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്ററ്റ് ട്യൂബ് എന്നാണല്ലോ തന്നെയാണ്. ആക്ച്വലി രണ്ട് സെയിം ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്ററ്റ് ട്യൂബ് തന്നെയാണ് നമ്മൾ സി വി എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. സോ ബി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു √2gh ആണ്. ഇവിടെ പ്രോബ്ലം വരുന്നത് ഈ എച്ച് കണ്ടുപിടിക്കാനാണ്. നമുക്ക് എച്ച് മാത്രമേ ഇതിൽ അറിയാത്തേ ഉള്ളൂ. എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞ 4 കണ്ടീഷനിൽ ഇവിടെ യൂസ് ചെയ്തത് ഏതാണ്? ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ എ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. യൂട്യൂബ് മാനോമീറ്റർ ആണ് യൂസ് ചെയ്തത്. അവിടെ നമുക്ക് കിട്ടിയത് മെർക്കുറി ലെവലിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് എക്സ് ആണ് നമുക്ക് തന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 100 mm. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഓക്കെ, നമ്മളിവിടെ എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് 4 മെത്തേഡ് ഉണ്ട്. ഒന്നിക്കെങ്കിൽ പീസോമീറ്റർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പീസോമീറ്ററിന് 2 അറേഞ്ച്മെൻറ്റ്, പിന്നെ നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യാം. പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ എച്ച് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു. ഇനി ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എച്ച് എങ്ങനെയാണ് കാണുന്നതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്തപ്പോൾ ഈ പൈപ്പിൻ്റെ 2 ഭാഗങ്ങളിൽ നമ്മൾ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ആ മാനോമീറ്ററിലെ റീഡിങ് കിട്ടിയത് 100 mm ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ എക്സ് ആണ് നമുക്ക് ആ മാനോമെട്രിക് റീഡിങ് എക്സ് ആണ് തന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SG/S0-1 വേർ എക്സ് ഈസ് ദി മാനോമെട്രിക് റീഡിങ്. 100 mm ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് 0.1 ആൻഡ് SG എന്ന് പറഞ്ഞാൽ മാനോമീറ്ററിലുള്ള ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ആൻഡ് SO ഓർ S0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. ഇവിടെ SG എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇറ്റ് ഈസ് 13.6 ആൻഡ് SO0 എന്ന് പറഞ്ഞാൽ ഓയിലാണ് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ പൈപ്പിലൂടെ. സോ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.8 - 1 ചെയ്താൽ നമുക്ക് H ഈസ് ഈക്വൽ ടു 1.6 meters എന്ന് കിട്ടും. 1.6 meters. So H കിട്ടി. So V is equal to CV, that is 0.98 into root of 2 into 9.81 into 1.6 ചെയ്യുക.
സോ ആൻസർ ഇസ് 5.49 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് is used to measure the velocity of water in a pipe. The stagnation pressure head is 6 meter and static pressure head is 5 meter. ഇത് രണ്ടും വേണം അണ്ടർലൈൻ ചെയ്തു. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് is 6 meter and static pressure head is 5 meter. Calculate the velocity of flow assuming the coefficient of pitot tube as 0.98. So നമ്മൾ ഇക്വേഷൻ പിറ്റോട്ട് ട്യൂബ് ആണ് യൂസ് ചെയ്യേണ്ടത്, വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GH. ഇവിടെ എച്ച് കാണാൻ നമുക്ക് തന്നേക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും സ്റ്റാറ്റിക് പ്രഷർ ഹെഡും ആണ്. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ HS ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ട H പ്ലസ് സ്മോൾ എച്ചിനാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് പറയുക. ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഇസ് H. സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഇസ് H. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എച്ച് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവേണ്ട. സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് H ആണ്. സോ നമുക്ക് ഈ സ്മോൾ എച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് HT എന്നായിട്ട് വിളിക്കാം. സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് മൈനസ് ചെയ്താൽ പോരെ. HS മൈനസ് HT ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? H പ്ലസ് H മൈനസ് H. സോ H കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഇങ്ങനെ രണ്ട് ടേം തരികയാണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും സ്റ്റാറ്റിക് പ്രഷർ ഹെഡും തരികയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? H കിട്ടുക. സോ ഇവിടെ H is equal to സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ്, ദാറ്റ് ഇസ് 6 മൈനസ് 5, that is 1 meter ആണ് H. So V is equal to CV is 0.98 into root into 2 into 9.81 into 1, that is 4.34 meter per second. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് തരുന്നതിന് പകരം എന്ത് തരും? സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞ് തരും. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്നുണ്ടാവില്ല, സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് മാത്രം തരും. ഇവിടെ പ്രഷർ ഹെഡ് എന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന പ്രഷറിനെ √G ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് കിട്ടുക. അതേപോലെ സ്റ്റാറ്റിക് പ്രഷർ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടാവും, ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് HT കിട്ടണമെങ്കിൽ ആ തന്നിരിക്കുന്ന പ്രഷർ √G ചെയ്യണം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇതിൽ എപ്പോഴും ഇങ്ങനെ ഒരു പൈപ്പ് നമുക്ക് തരാണ്. ചിലപ്പോൾ ഒരു സബ്മറൈൻ മൂവ്സ് ഇൻ സീ ആൻഡ് അതിൻ്റെ ഇത്രയും ആഴത്തിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു പിറ്റോട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ കണ്ടീഷൻ, ആ ഒരു എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസസ് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് എന്താണെന്നുള്ളൊരു കാര്യം നോക്കണ്ട. നമുക്ക് പിറ്റോട്ട് ട്യൂബ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ അറിയാവുന്ന ഒരു ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GH ആണ്. ആ H കണ്ടുപിടിക്കാൻ അവിടെ എന്താണ് തന്നത് അത് മാത്രമേ നിങ്ങൾ നോക്കണ്ടൂ. അല്ലാണ്ട് സബ്മറൈൻ ആണോ, സീ ആണോ, റിവർ ആണോ, പൈപ്പാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. H എങ്ങനെ കണ്ടുപിടിക്കുന്നു മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ.